ഈ അലർജിക്ക് എന്തിനാണ് ഇങ്ങനെ മെഡിസിൻ എടുക്കുന്നത്? ഈ പണ്ടുള്ള ആൾക്കാരൊക്കെ ഇത്രയേറെ മെഡിസിൻ കഴിച്ചിട്ടാണോ ഈ അസുഖങ്ങളൊക്കെ മാറ്റിയത്? ഇങ്ങനെ മെഡിസിൻ എടുത്തിട്ട് ഒരു കാര്യമില്ല എന്നൊക്കെ പല ആൾക്കാരും പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. ഇതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ? ഈ അലർജിക്ക് കൂടുതലായിട്ട് മെഡിസിൻ എടുക്കേണ്ട ആവശ്യമുണ്ടോ? അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് മെഡിസിൻ എടുത്താൽ മാത്രമേ ഈ അലർജി കംപ്ലൈന്റ് മാറൂ എന്നുണ്ടോ? ഇതിന്റെ കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. നിങ്ങളുടെ അലർജി കംപ്ലൈന്റിന്റെ ആദ്യഘട്ടത്തിലൊക്കെ നിങ്ങൾക്ക് മൂക്കൊലിപ്പ്, മൂക്കടപ്പ്, കണ്ണ് ചൊറിച്ചില്, തൊണ്ടയിൽ ചൊറിച്ചില്, അങ്ങനെ ചെറിയ ചെറിയ ലക്ഷണങ്ങൾ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. എന്നാൽ നിങ്ങൾ ഇത് വൈകിപ്പിക്കുന്നതിന്റെ ഫലമായിട്ട് രണ്ടാമത്തെ സ്റ്റേജിൽ, അതായത് രണ്ടാം ഘട്ടത്തിൽ എത്തുമ്പോൾ ഈ അലർജിക് ബ്രോങ്കൈറ്റിസ് എന്ന കണ്ടീഷനിലേക്ക് എത്താനും ഇത് നിങ്ങൾക്ക് ശക്തമായ ചുമയുണ്ടാക്കാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. ഇത് വീണ്ടും നിങ്ങൾ ദീർഘിപ്പിക്കുവാണെങ്കിൽ ഇത് നിങ്ങൾക്ക് ഈ ആസ്മ അല്ലെങ്കിൽ ശ്വാസമുട്ടൽ പോലുള്ള കണ്ടീഷനിലേക്ക് എത്തിച്ചേരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇത്തരം കണ്ടീഷനിൽ നിങ്ങൾക്ക് ഇത് ട്രീറ്റ് ചെയ്ത് ഭേദമാക്കാനും വളരെ പ്രയാസമായിരിക്കും. അതുകൊണ്ട് തന്നെ അലർജിയുടെ ആദ്യഘട്ടങ്ങളിൽ ട്രീറ്റ് ചെയ്യുന്ന ഒരാൾക്ക് ഒരു 3-4 മാസത്തിനുള്ളിൽ നിങ്ങളുടെ കംപ്ലൈന്റ് കുറയും അല്ലെങ്കിൽ മാറുമെങ്കിൽ ഈ കുറെ കാലങ്ങളായിട്ട് അലർജി ട്രീറ്റ്മെന്റ് ചെയ്യാതെ അവസാന ഘട്ടത്തിൽ ട്രീറ്റ്മെന്റ് ചെയ്യാൻ പോകുന്ന ഒരു വ്യക്തിക്ക് അത് കുറെ കാലങ്ങളോളം, വർഷങ്ങളോളം ട്രീറ്റ്മെന്റ് ചെയ്താലേ വേണമെങ്കിൽ നിങ്ങളുടെ അലർജി കംപ്ലൈന്റിൽ ഒരു ശമനം പോലും കിട്ടുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് അലർജി ഉണ്ടെങ്കിൽ അത് ആദ്യഘട്ടത്തിൽ തന്നെ പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്ത് മാറ്റാൻ വേണ്ടി ശ്രമിക്കുക.